ഒരു മർഡർ നടന്നു. ബോഡി കാണാനില്ല, പോലീസിന് തെളിവില്ല. പക്ഷെ കില്ലർ ആരാണെന്ന് എല്ലാവർക്കും അറിയാം. അയാളുടെ പേര് ജോർജ് കുട്ടി. ഹായ്, ഞാൻ അഞ്ജന ജോർജ്. വെൽക്കം ടു ബട്ട് വൈ, പവേർഡ് ബൈ ക്രിയോൺ സ്റ്റുഡിയോസ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വെറും ഒരു ക്രൈം സ്റ്റോറിയെ കുറിച്ചല്ല, നമ്മുടെയൊക്കെ ഉറക്കം കെടുത്തിയ ആ 4th സ്റ്റാൻഡേർഡ് ഡ്രോപ്പ് ഔട്ട് ജീനിയസിനെ കുറിച്ചാണ്, ജോർജ് കുട്ടിയെ കുറിച്ച്. സോ ടുഡേ ലെറ്റ്സ് ഡീപ് ഡൈവ് ഇൻടു ഹൈ സ്റ്റേക്സ് വേൾഡ് ഓഫ് ദൃശ്യം ഫ്രാഞ്ചൈസ്. ബുദ്ധിയുള്ളവർക്ക് പേപ്പർ വായിക്കണം. ക്രൈം ത്രില്ലേഴ്സ് നമ്മളെ പിടിച്ചിരുത്തുന്നത് ചോരയും കൊലപാതകവും കൊണ്ടാണോ? നോവേ. ഇറ്റ്സ് എ പവർ സ്ട്രഗിൾ, ഇറ്റ്സ് അബൌട്ട് കൺട്രോൾ. ഗ്രേറ്റ് ത്രില്ലേഴ്സ് എല്ലാം ഒരു ഡിസ്റ്റർബിംഗ് ക്വസ്റ്റ്യൻ ചോദിക്കും. ആരാണ് ചെയ്തത് എന്നല്ല, ഹൂ കൺട്രോൾസ് ദ നറേറ്റീവ് ആഫ്റ്റർ ദ ക്രൈം. ലുക്ക് അറ്റ് ഫിലിംസ് ലൈക്ക് 7 ഓർ ഗോൺ ഗേൾ. അവിടെ കില്ലർ ജയിക്കുന്നത് വയലൻസ് കൊണ്ടല്ല, ഹി വിൻസ് ബിക്കോസ് ഹി കൺട്രോൾസ് ദ സ്റ്റോറി. ഇനി നമ്മുടെ ദൃശ്യത്തിലേക്ക് വരാം. ഒരു ബഹളവുമില്ലാതെ വന്ന് ഇൻഡസ്ട്രിയിലെ എല്ലാ ത്രില്ലർ റൂൾസും പൊളിച്ചടുക്കിയ സിനിമ. നോ സ്റ്റൈലിഷ് ആക്ഷൻ, നോ മാസ് ഡയലോഗ്സ്. പകരം ഒരു സാധാരണ കേബിൾ ഓപ്പറേറ്റർ, ജോർജ് കുട്ടി. അയാളൊരു ക്രിമിനൽ മാത്രമല്ല, ഒരു സ്റ്റോറി ടെല്ലർ കൂടിയാണ്. ആൻഡ് ഇൻ സിനിമ ത്രില്ലേഴ്സ്, the one who controls the story controls the truth. Intelligence can outplay power. സിസ്റ്റം പോലും തോൽക്കും ഒരു മനുഷ്യ കഥയെ നിയന്ത്രിച്ചാൽ. ദൃശ്യം 2 വന്നപ്പോൾ സ്റ്റോറി കൂടുതൽ ഡാർക്കായി. ഇതിനി എസ്കേപ്പ് സ്റ്റോറി അല്ല, ഇറ്റ് ബിക്കെയിം എ സ്റ്റോറി അബൌട്ട് ലിവിങ് വിത്ത് ദ കോൺസിക്വൻസസ്. ഒരു നുണ പറഞ്ഞാൽ അത് മറയ്ക്കാൻ വീണ്ടും വീണ്ടും നുണ പറയേണ്ടി വരും. പക്ഷേ ഇവിടെ ഒരു ഡേഞ്ചറസ് ട്വിസ്റ്റ് ഉണ്ട്. We now trust ജോർജ് കുട്ടി. ഒരു ക്രൈം ത്രില്ലറിൽ കില്ലറിനെ തന്നെ നമ്മൾ ട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അതാണ് ആ ജോണറിന്റെ ഏറ്റവും ഡേഞ്ചറസ് മൊമെന്റ്. ആക്ച്വലി ദൃശ്യം നമ്മൾ മാത്രം കണ്ട ഒരു ഐഡിയ അല്ല കേട്ടോ. പ്രിസണേഴ്സ് എന്ന് പറഞ്ഞൊരു മൂവി ഉണ്ട്. ആ സിനിമയിൽ ഒരു അച്ഛൻ തന്റെ മകളെ രക്ഷിക്കാൻ വേണ്ടി നിയമം ലംഘിക്കുന്നു. ടെക്നിക്കലി അയാൾ തെറ്റാണ്, പക്ഷെ ഇമോഷണലി നമ്മളെല്ലാവരും അയാളുടെ പക്ഷത്താണ്. ഓർ യൂഷ്വൽ സസ്പെക്ട്സ് എന്ന് പറഞ്ഞ മൂവി, അവിടെ മുഴുവൻ സിനിമയും ഒരു കൺസ്ട്രക്റ്റഡ് നറേറ്റീവാണ്. ജോർജ് കുട്ടി ഡിഡ് ഹൈഡ് എ ക്രൈം, അയാളൊരു റിയാലിറ്റി തന്നെ റീറൈറ്റ് ചെയ്തു. അതുകൊണ്ടാണ് ദൃശ്യം 3 ഈ ഫ്രാഞ്ചൈസിയുടെ ബിഗ്ഗസ്റ്റ് ചാലഞ്ച് ആവുന്നത്. ഇനി ക്ലവർ ട്വിസ്റ്റ് കൊണ്ട് മാത്രം കാര്യമില്ല. ദൃശ്യം 3 വർക്കാകണമെങ്കിൽ ഒരേ ഒരു വഴിയുള്ളൂ, മേക്ക് ദ ലൈ എക്സ്പെൻസീവ്. ആ നുണയ്ക്ക് ജോർജ് കുട്ടി നൽകേണ്ടി വരുന്ന വില വളരെ വലുതായിരിക്കണം. നോട്ട് ജസ്റ്റ് ലീഗലി ബട്ട് ഇമോഷണലി, ഇന്റേണലി. Maybe less police drama, more conscious drama. If ദൃശ്യം 3 works, അത് ജോർജ് കുട്ടി വെറും പോലീസിനെ തോൽപ്പിക്കുന്നതുകൊണ്ടാവില്ല. പകരം സിനിമ ചോദിക്കുന്ന ഒരു ബ്രൂട്ടൽ ക്വസ്റ്റ്യൻ കൊണ്ടായിരിക്കും. ഹൗ ലോങ് ക്യാൻ ലവ് സർവൈവ് എ ലൈഫ്? ബെസ്റ്റ് ക്രൈം ത്രില്ലേഴ്സ് ഡോണ്ട് എൻഡ് വിത്ത് ജസ്റ്റിസ്, ദേ എൻഡ് വിത്ത് മെമ്മറി. അപ്പോൾ ഇതാണ് എൻ്റെ ചെറിയ ദൃശ്യം തിയറി. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ജോർജ് കുട്ടി ഇത്തവണ കുടുങ്ങുമോ? കമന്റ് ബിലോ. കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ദിസ് ഇസ് അഞ്ജന ജോർജ് ആൻഡ് ദിസ് ഇസ് ബട്ട് വൈ, പവേർഡ് ബൈ ക്രിയോൺ സ്റ്റുഡിയോസ്. See you in the next one. Thank you.